ഭാരതത്തിന്റെ ഹൃദയം എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു പ്രദേശമാണ് മധ്യോന്നത തടം. ഇന്നത്തെ ക്ലാസ്സിൽ ഈ മേഖലയെക്കുറിച്ച് കൂടുതൽ വ്യക്തമായി മനസ്സിലാക്കാം. സത്പുര പർവ്വതനിരയ്ക്ക് വടക്കുള്ള വിശാല പീഠപ്രദേശമാണ് മധ്യ ഉന്നത തടം. മാൾവ പീഠഭൂമി എന്ന് വിളിക്കുന്ന ഈ പ്രദേശത്തിന്റെ പടിഞ്ഞാറേ അരിക് ആരവല്ലി പർവ്വതമാണ്. ദീർഘകാലമായുള്ള അപരദന പ്രക്രിയയിലൂടെ തേയ്മാനം സംഭവിച്ച പ്രായം ചെന്ന മടക്കുപർവ്വതങ്ങൾക്ക് അഥവാ അവശിഷ്ട പർവ്വതങ്ങൾക്ക് ഉദാഹരണമാണ് ആരവല്ലി നിര. പ്രധാന മലയോര വിനോദസഞ്ചാര കേന്ദ്രമായ മൗണ്ട് അബു ആരവല്ലി നിരയിലാണ്. മാൾവ പീഠഭൂമിയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയും മൗണ്ട് അബുവാണ്. മധ്യ ഉന്നത തടത്തിന്റെ കിഴക്കുഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന പീഠഭൂമിയാണ് ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി. രാജ്മഹൽ കുന്നുകൾക്ക് തെക്കായി സ്ഥിതി ചെയ്യുന്ന ഛോട്ടാ നാഗ്പൂർ പ്രദേശം ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നമായ ധാതുവിഭവ കലവറയാണ്. ഇരുമ്പയിര്, ബോക്സൈറ്റ്, മാംഗനീസ്, ചെമ്പ് തുടങ്ങിയ ലോഹധാതുക്കളും ചുണ്ണാമ്പുകല്ല്, കൽക്കരി തുടങ്ങിയ അലോഹധാതുക്കളും ഈ മേഖലയെ സമ്പന്നമാക്കുന്നു. ധാതുഖനനവും ധാതു അധിഷ്ഠിത വ്യവസായങ്ങളുമാണ് ഈ പ്രദേശത്തെ പ്രധാന സാമ്പത്തിക പ്രവർത്തനങ്ങൾ. മധ്യ ഉന്നത തടത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് കാണപ്പെടുന്ന പ്രധാന മലനിരയാണ് ആരവല്ലി. ഇത് ലോകത്തിലെ ഏറ്റവും പഴക്കമേറിയ മലനിരകളിൽ ഒന്നാണ്. മധ്യ ഉന്നത തടത്തിന്റെ വടക്ക് കിഴക്ക് ഭാഗത്ത് കാണപ്പെടുന്ന പ്രധാന മലനിരയാണ് രാജ്മഹൽ ഹിൽസ്. ഇത് ജാർഖണ്ഡിലാണ്. പടിഞ്ഞാറൻ മേഖലയിൽ വിസ്തൃതമായ മധ്യമേടുകൾ കാണപ്പെടുന്നു. എന്നാൽ കിഴക്കൻ മേഖലകളിലേക്ക് എത്തുമ്പോൾ ഇവയുടെ വിസ്തൃതി കുറഞ്ഞു വരുന്നു. പടിഞ്ഞാറ് വീതി കൂടിയതും കിഴക്കോട്ട് വീതി കുറഞ്ഞതുമായ ഘടനയാണിതിനുള്ളത്. മധ്യ ഉന്നത തടത്തിലെ പ്രധാനപ്പെട്ട പീഠഭൂമികളാണ് മാൾവ പീഠഭൂമി, ബുന്ദേൽഖണ്ഡ് പീഠഭൂമി, ബഘേൽഖണ്ഡ് പീഠഭൂമി, ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി തുടങ്ങിയവ. മധ്യോന്നത തടത്തിലെ ഏറ്റവും വലിയ പീഠഭൂമിയാണ് മാൾവ പീഠഭൂമി. ഇത് ലാവാ നിക്ഷേപം കൊണ്ട് രൂപപ്പെട്ട കറുത്ത മണ്ണാൽ സമ്പുഷ്ടമാണ്. മാൾവ പീഠഭൂമിയുടെ പ്രധാന പ്രദേശങ്ങളിലേറെയും ഉൾപ്പെട്ടിരിക്കുന്ന സംസ്ഥാനങ്ങളാണ് മധ്യപ്രദേശ്, രാജസ്ഥാൻ എന്നിവ. വിന്ധ്യ മലനിരകൾക്കും ആരവല്ലി മലനിരകൾക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന പീഠഭൂമിയാണ് മാൾവ പീഠഭൂമി. മാൾവ പീഠഭൂമി മധ്യമേടുകളുടെ പടിഞ്ഞാറ് പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്നു. മാൾവ പീഠഭൂമിയിലൂടെ ഒഴുകുന്ന നദികളാണ് ചമ്പൽ, സിന്ധ്, ബെത്വ, കെൻ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നിഷ്ഫല പ്രദേശങ്ങൾ കാണപ്പെടുന്നത് മാൾവ പീഠഭൂമിയിലാണ്. ചമ്പൽ നദിയുടെ അപരദന പ്രക്രിയ വഴിയാണ് ഇവ രൂപപ്പെട്ടത്. ഇവ റവെയിൻസ് എന്നറിയപ്പെടുന്നു. മാൾവ പീഠഭൂമിയുടെ വടക്ക് പടിഞ്ഞാറൻ അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന പർവ്വതനിരയാണ് ആരവല്ലി. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ പർവ്വതനിരയാണ്. ഇന്ത്യയിലെ അവശിഷ്ട പർവ്വതത്തിന് ഉദാഹരണമാണ്. ആരവല്ലി പർവ്വതനിരയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് മൗണ്ട് കുരു ശിഖർ. ഉയരം 1722 മീറ്ററാണ്. സ്ഥിതി ചെയ്യുന്നത് രാജസ്ഥാനിലാണ്. ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയെക്കുറിച്ച് നോക്കാം. അത്യുന്നത തടത്തിലെ കിഴക്കൻ പ്രദേശങ്ങൾ ഉൾപ്പെട്ടതാണ് ഈ പീഠഭൂമി. ഇന്ത്യയുടെ ധാതു കലവറ എന്നറിയപ്പെടുന്നു. പാറ്റ്ലാൻഡ് എന്ന പ്രത്യേക ഭൂപ്രകൃതി ഇവിടെ കാണപ്പെടുന്നു. ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി 5 സംസ്ഥാനങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്നു. ജാർഖണ്ഡ്, പശ്ചിമ ബംഗാൾ, ബീഹാർ, ഒഡീഷ, ഛത്തീസ്ഗഡ്. ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയിലെ ഏറ്റവും വലിയ കൊടുമുടിയാണ് പരേഷ്നാഥ്. ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയിലൂടെ ഒഴുകുന്ന നദിയാണ് ദാമോദർ. ആസാം, മേഘാലയ തുടങ്ങിയ ഇന്ത്യയുടെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന ഉപദ്വീപീയ പീഠഭൂമിയുടെ തുടർച്ചയായാണ് വടക്കുകിഴക്കൻ പീഠഭൂമികൾ. ഉപദ്വീപീയ പീഠഭൂമിയുടെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലേക്കുള്ള തുടർച്ചയാണിത്. അസാമിൽ കർബി ആംഗ്ലോങ് പീഠഭൂമി എന്നും മേഘാലയയിൽ മേഘാലയ ഷില്ലോങ് പീഠഭൂമി എന്നും ഇതറിയപ്പെടുന്നു. ഉപദ്വീപീയ പീഠഭൂമിയെയും മേഘാലയ പീഠഭൂമിയെയും വേർതിരിക്കുന്ന ഭാഗമാണ് മാൾഡ. മേഘാലയ പീഠഭൂമിയിലെ പ്രധാനപ്പെട്ട കുന്നുകളാണ് ഖാസി, ഗാരോ, ജയന്തിയ. ഉപദ്വീപീയ ഇന്ത്യയെ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലേക്ക് ബന്ധിപ്പിക്കുന്ന ഭാഗമാണ് സിലിഗുരി, ഇടനാഴി.